എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണല്ലോ. ഞാനും ദേവിക്ക് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. അപ്പം ഞാൻ അർപ്പിച്ചത് എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, എൻ്റെ ബന്ധുക്കളുടെ എല്ലാ ഐശ്വര്യത്തിന് വേണ്ടി, എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടിയാണ് സമർപ്പിക്കുന്നതോടൊപ്പം ഈ നാട്ടിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നു. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ മദ്യം, മയക്കുമരുന്ന് അങ്ങനെ പല രീതിയിലും നമ്മുടെ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും മോചിതരായി നല്ല രീതിയിലുള്ള ഐശ്വര്യപൂർണമായ ഒരു നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഓൾ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക്സ് ഗോഡ്. ആറ്റുകാലമ്മയ്ക്ക് എൻ്റെ നമസ്കാരം. ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഞങ്ങളുടെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള വടക്കേക്കുന്നത്ത് ശ്രീ രാജരാജേശ്വരി അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്ന് ഞാൻ ഗണപതി ഒരുക്കി വിളക്കെല്ലാം കത്തിച്ചു വെച്ചു. അപ്പോഴത്തേക്കും നമ്മളുടെ ഇവിടുത്തെ പൊങ്കാല ഇടുന്നതിൻ്റെ സമയമായി. ദീപമൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് 10:15 സമയത്ത് ആറ്റുകാലമ്മ അവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് തന്നെ വിളക്കിൽ നിന്ന് ഞാൻ തീ പകർന്ന് അടുപ്പിലോട്ട് വെച്ചു. അത് വെള്ളം തിളച്ചതിന് ശേഷം അരിയൊക്കെ ഇടുകയാണ്. അങ്ങനെ എൻ്റെ പൊങ്കാല ഇങ്ങനെ തിളച്ച് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ. അപ്പം എനിക്കൊരു നല്ലൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. ഞാൻ എൻ്റെ വീട്ടിൽ നല്ല കുളിർക്കാറ്റേറ്റുകൊണ്ടാണ് ഞാൻ ഈ പൊങ്കാല അർപ്പിക്കുന്നത്. തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങയൊക്കെ ഇടുകയാണ്. അരിയൊക്കെ തിളച്ചതിന് ശേഷമേ തേങ്ങയൊക്കെ ഇട്ട് നല്ല ഒരു അന്തരീക്ഷം, വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. 2 മരങ്ങളുടെ ഇടയ്ക്കാണല്ലോ ഞാൻ പൊങ്കാല ഇടുന്നത്. തേങ്ങ ഇട്ടതിന് ശേഷം ഞാൻ അതിനകത്ത് ശർക്കരയൊക്കെ ഇടുകയാണ് കേട്ടോ. ശർക്കരയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നല്ലതുപോലെ അത് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷം, ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതി രമണീയതയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നത്. ദേവിക്ക് വേണ്ടി, ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി. അങ്ങനെ എൻ്റെ പായസമൊക്കെ ഇങ്ങനെ ശർക്കരയൊക്കെ അലിഞ്ഞു വന്ന് അതിലേക്ക് ഞാനിങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കും. പിന്നെ ഞാൻ പഴം അരിഞ്ഞിട്ട് പിന്നെ മുന്തിരിങ്ങ കഴുകി അതും ഇട്ടു. പിന്നെ ഏലക്കായും ഇട്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇട്ടതിന് ശേഷം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഈ നേദിക്കുന്ന സമയത്ത്, വെള്ളം തളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തളിച്ച് അകത്ത് കൊണ്ടുവന്ന് ചേട്ടനൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ഇവരെല്ലാം കഴിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളുണ്ടായേണ്ടവർ ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ നാത്തൂനും സുശീലയും എല്ലാം ഈ പായസം കഴിച്ചിട്ട് നല്ല രസമാണെന്ന് പറയുന്നു. എല്ലാവരെയും ആറ്റുകാലമ്മ അനുഗ്രഹിക്കട്ടെ.